നിയമം പാലിക്കുന്നവർ തന്നെ നിയമം കയ്യിലെടുക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഉത്തമമായ ഉദാഹരണമാണ് പത്തനംതിട്ടയിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു അതിക്രമം എന്ന് പറയുന്നത്. പോലീസുകാര് ഡയറക്റ്റ് എവിടെയോ ഒരു അതിക്രമം നടന്നു അല്ലെങ്കിൽ ഒരു സംഘർഷം നടക്കുന്നു എന്ന് അറിഞ്ഞ ഉടനെ കണ്ടയാളെ പിടിച്ചിട്ട് അടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ സമൂഹം പോകുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ഭരണം മാറിയപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ വിമർശനം കേൾക്കുന്ന ഒരു കാര്യമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നമ്മുടെ നിയമം നടപ്പിലാക്കേണ്ട ഭാഗത്തുനിന്നും ജനമൈത്രി പോലീസ് എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരം അനാസ്ഥകളും അതിക്രമങ്ങളും ഒക്കെ കൂടി വരുന്നു എന്നത്. അപ്പോ ഈ ഒരു അവസ്ഥ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നോക്കി കാണേണ്ടത് ഈ ഒരു അവസ്ഥയെ? കേരള പോലീസ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അതമ്പതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കുറേ നാളുകളായിട്ട് കേരള പോലീസിൽ നിന്നിരുന്ന വാർത്തകൾ അത്രത്തോളമുള്ള വാർത്തകളാണ്. കേരള പോലീസിൽ ക്രിമിനൽ സംഘങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള പോലീസുകാർ ഒരുപാടുണ്ട്. ഇന്ന് പോലീസുകാരെ ഭയത്തോടെ കാണുന്ന ഒരുപാട് പേരുണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പോലീസുകാർ നമ്മുടെ കാവലിന് രക്ഷകരാണ് എന്തെല്ലാം നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞിടെ തന്നെ സൈബർ ക്രൈമുമായി ബന്ധപ്പെട്ട് പോലീസുകാർ അങ്ങ് ഇന്ത്യക്ക് വെളിയിൽ പോയി, കേരളത്തിന് വെളിയിൽ പോയി തന്നെ അന്യ സംസ്ഥാനത്ത് നിന്ന് ആ ഒരു സൈബർ ക്രൈം തട്ടിപ്പ് നടത്തിയ ആളെ വരെ പിടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ കേരള പോലീസിനെ സംബന്ധിച്ച് കേരള പോലീസ് ഇപ്പോൾ PR വർക്കുകളുടെ കാലത്താണ്. അത് മാത്രമല്ല, നമ്മുടെ ഇവിടെ അപ്പൂപ്പനെയും അമ്മയൊക്കെ കൊന്നിട്ട് പോയൊരു പ്രതിയെ കാശ്മീർ പോയി പിടിച്ചുകൊണ്ട് വന്ന ആൾക്കാരാണ് നമ്മുടെ കേരള പോലീസ്. അന്നൊക്കെ വാനോളം പുകഴ്ത്തുകയാണ് ചെയ്തത്. കേരള പോലീസിൽ കഴിവുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷേ ഇന്ന് പല പോലീസുകാരും ഈ പൊളിറ്റിക്സ്, അതായത് രാഷ്ട്രീയക്കാരുടെ കൈവെള്ളയിലിരിക്കുന്ന പാവകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയാതെ, അത് നല്ല പോലീസുകാർ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. പലർക്കും നല്ല രാഷ്ട്രീയ പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്താലും ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് അവർക്ക് ജോലി പോകില്ല എന്നൊരു വിശ്വാസമുണ്ട്. അല്ലെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ സസ്പെൻഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാം. സസ്പെൻഷൻ തന്നെ പകുതി ശമ്പളത്തിൽ തന്നെ സസ്പെൻഷൻ കൊടുക്കുന്ന സിറ്റുവേഷൻസും ഉണ്ട്. കാരണം നമ്മളോട് പറയും അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എന്ന് നമ്മുടെ മാധ്യമത്തിന്റെയും സമൂഹത്തിന്റെയും മുൻപിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി പറയും. പക്ഷെ അവർക്ക് പകുതി ശമ്പളം കൊടുത്ത് വീട്ടിൽ ഇരിക്കുകയാണ്. എന്നാൽ കുറച്ചുനാൾ പോയി റെസ്റ്റ് എടുത്തു, ഒരു അതിക്രമം ചെയ്ത് എല്ലാവരും രീതിയിലേക്ക് മാറി പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം അതേ സർവീസിലേക്ക് ഇവർ തന്നെയാണ് വരുന്നത്. അല്ല, കേരള പോലീസിലെ ഇങ്ങനെയുള്ള ഗുണ്ടകളെ നിയന്ത്രിക്കാൻ എന്തെങ്കിലും പൊതു സംവിധാനം കൊണ്ടുവന്നെങ്കിലേ കഴിയത്തുള്ളൂ. കാരണം അത്രത്തോളം ക്രൈമുകളാണ് പല പോലീസുകാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പോലീസുകാരെ സംബന്ധിച്ച് പല വിഷയങ്ങളും ഇവരുടെ ഇടപെടല, അത് അവരിടപെടുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല സെലിബ്രിറ്റികളുടെ വിഷയങ്ങളാണെങ്കിൽ കേരള പോലീസ് ഇടപെടും. അല്ലാത്ത വിഷയങ്ങളിലെല്ലാം ഇവർ മന്ദീപവിച്ചുള്ള അന്വേഷണം മാത്രമേ നടത്താറുള്ളൂ. അവർക്ക് വേണമെങ്കിൽ അന്വേഷിക്കുമ്പോൾ ഇല്ലെങ്കിൽ ഇല്ല. ഇപ്പൊ ഇന്നത്തെ ഈ ഒരു വിഷയത്തിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ റോഡിൽ നിൽക്കുന്നവരെ വന്നിട്ട് വെറുതെ തല്ലുക, ഒരാവശ്യവുമില്ലാതെ അവരവിടെ സെൽഫി എടുത്തുകൊണ്ടിരിക്കുക. അതായത് അവർ കോട്ടയത്ത് എന്തോ ഫംഗ്ഷന് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് അടൂർ വണ്ടി നിർത്തിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ്. കേരള പോലീസിന്റെ നേരെ വണ്ടിക്കകത്ത് വരുക, ഇറങ്ങുക, അടിച്ചോടിക്കുക. യൂണിഫോം പോലും ഇല്ലാത്ത, യൂണിഫോമിലല്ല എങ്കിൽ ഒരു ആള് ഡ്യൂട്ടിയിലല്ല എന്നാണ് അർത്ഥം. അതിനപ്പുറത്തേക്ക് ഒരു ക്രൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരണഘടനാ സംവിധാന പ്രകാരം ഒരു സ്ത്രീയെ ചോദ്യം ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഉപദ്രവിക്കാൻ പാടില്ല. അതായത് ഭരണഘടന അനുസരിച്ച് ചോദ്യം ചോദിക്കാൻ കൊണ്ടുപോകണമെങ്കിൽ തന്നെ ഒരു വനിതാ പോലീസ് വേണം. വനിതാ പോലീസ് പോലും ഇല്ലാത്ത ഒരു സമയത്ത് ഒരു പോലീസുകാരൻ ചെന്ന് ഒരു സ്ത്രീയെ പരസ്യമായിട്ട് അടിക്കുകയാണ്. അത്ര ക്രൂരമായിട്ടാണ് മർദ്ദിച്ചിട്ടുള്ളത്. അവരുടെ ആശുപത്രിയിലെ റിപ്പോർട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അവരുടെ തോളല് പൊട്ടി, ഒരാളുടെ തല പൊട്ടി, ആ രീതിയിലാണ് അടിച്ചു വെച്ചേക്കുന്നത്. അതും സാധാരണപ്പെട്ട ഒരു വിഷയത്തിലും പെടാത്ത കുറെ മനുഷ്യരെ ഒന്ന് ആലോചിച്ച് നോക്കുക, അവരുടെ ജീവിതം. അതോടൊപ്പം തന്നെ ആ സ്ത്രീ താഴെ വീണപ്പോൾ വീണ്ടും അടിച്ചു എന്ന് പറയുന്നത് കേട്ടു. വീണ്ടും അടിച്ചു, ഇവരെല്ലാം താഴെ വീണു, ഇവർക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റി എന്ന് പറഞ്ഞപ്പോൾ ഓടി രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതാണോ നമ്മളെ സംരക്ഷിക്കേണ്ട ആൾക്കാർ വന്ന് ഒരു കൂട്ടം ആൾക്കാരെ അടിച്ച് നിലത്ത് താഴെ ഇട്ടിട്ട് ഓടി രക്ഷപ്പെടുന്നു എന്ന്? അപ്പൊ ഇത് നമ്മുടെ ഭരണകൂടത്തിന് തന്നെ അപമാനകരമല്ലേ ഇത്തരത്തിലുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ? അല്ല, അവർക്ക് തികച്ചും അപമാനകരമായിട്ടുള്ള പ്രവൃത്തിയാണ് കേരള പോലീസ് ഈ ഒരു കാര്യത്തിൽ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരുപാട് പോലീസുകാരുണ്ട്. ഇവരുടെയൊക്കെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്സവ പറമ്പിൽ ഡാൻസ് കളിച്ചു കഴിഞ്ഞാൽ അവനെ ഉത്സവപ്പറമ്പിൽ ചെന്ന് അടിയുണ്ടാക്കും. അതായത് ചെറിയ സംഘർഷങ്ങൾ ഉണ്ടാകും. അത് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് കേരള പോലീസ് ഇപ്പോൾ കൂടുതലും കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സംഘർഷം ഉണ്ടായാൽ തന്നെ നാട്ടുകാരെ മൊത്തത്തെ അടിച്ചോടിച്ചു വിടുക. 10 മണിക്ക് ശേഷം ഒരു ഇപ്പോൾ ഗാനമേള ആണെങ്കിൽ നാടൻ പാട്ടൊന്നും 10 മണിക്ക് ശേഷം വെക്കാൻ പാടില്ലെന്ന പോലീസുകാരുടെ നിയമം വരുന്നത്. എന്താ? സംഘർഷം ഉണ്ടാവുന്നത്. ഈ സംഘർഷം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടല്ലേ കേരള പോലീസൊക്കെ ഇവിടെ ഉള്ളത്. എത്ര പോലീസുകാരാണ് നമുക്കുള്ളത്? എത്ര പോലീസുകാരെയാണ് ഓരോ വർഷം നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ ക്യാമ്പുകളിൽ തന്നെ എത്ര പേരുണ്ട്? അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ഡ്യൂട്ടി എന്താണ്? നമ്മളെ സംരക്ഷിക്കുക, സമൂഹത്തിൽ സമാധാനം. പക്ഷെ അതിനപ്പുറത്തോട്ട് വേറെ കുറെ കാര്യങ്ങളുണ്ട്.
ഇപ്പൊ ഈ പിണറായി വിജയന്റെ ഈ ഭരണകാലത്ത് ഒരുപാട് പോലീസുകാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്ന് ആലോചിക്കുക. ആ പോലീസുകാരെല്ലാം ആത്മഹത്യ ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർക്ക് പ്രഷർ കൊണ്ടാണ് അവർ പലപ്പോഴും ആത്മഹത്യ ചെയ്യുന്നത്. അല്ലെങ്കിൽ സുപ്പീരിയർ ആയിട്ടുള്ള ഓഫീസർമാരുടെ ഹറാസ്മെന്റും ഉണ്ട്. അങ്ങനെയുള്ള എത്രത്തോളം ഉദ്യോഗസ്ഥരാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്? അങ്ങനെ എത്ര കുടുംബങ്ങളാണ് അനാഥമായിട്ടുള്ളത്? പക്ഷെ വേണ്ടത്ര രീതിയിലുള്ള അതായത് പോലീസ് ഇതിലേക്ക് വേണ്ടത്ര പോലീസുകാരെ എടുക്കാനുള്ള നിയമ നടപടി ഇതൊന്നും നടന്നിട്ടില്ല. നമ്മൾ കണ്ടാണ് CPO റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചെറുപ്പക്കാർ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ചെന്ന് മുട്ടിലെഴുകയും പുല്ലു തിന്നുകയും അങ്ങനെ പല രീതിയിലുള്ള സമരങ്ങൾ ചെയ്തിട്ടും അവരെയൊന്നും അവഗണിച്ചുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ആ ഒരു സമയത്താണ് ഇതുപോലെയുള്ള ക്രിമിനലുകൾ പോലീസിൽ അരങ്ങുവാണിക്കൊണ്ടിരിക്കുന്നത്. ആ പോലീസുകാരെല്ലാം ഇപ്പോൾ ഇത്രയും ക്രൂരത പല പോലീസുകാരുടെയും മനസ്സിലുണ്ട്. ഭരണഘടനാപരമായിട്ട് ഒരു പ്രതിയെ അടിക്കാനോ ചോദ്യം ചെയ്യാനോ അടിക്കാൻ പാടില്ല. ഒന്ന് ആലോചിച്ചു. നമ്മുടെ പോലീസ് പിന്നെ ലാത്തി എടുത്ത് കൈ കൊടുത്തിരിക്കുകയാണ്. ആരെ അടിക്കണമെന്ന് തോന്നുന്നവരെ നമുക്ക് അങ്ങ് അടിക്കാമെന്ന്. പൊതുജനങ്ങളെ അടിക്കാം, ഫ്രീ ആയിട്ട് ചെന്ന് അടിക്കാം, ആരും ചോദിക്കാൻ വരത്തില്ല എന്നൊരു ധാരണ പല പോലീസുകാർക്കും ഉണ്ട്. കഴിഞ്ഞൊരു പോലീസുകാരൻ തന്നെ ഓട്ടോക്കാരന്റെ തലയടിച്ച് പൊട്ടിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല്, കാരണം അതിനുള്ള ഒരു ധൈര്യം, കാരണം പോലീസുകാർക്ക് ഈ നാട്ടിൽ എന്തും ചെയ്യാം. ബാക്കിയുള്ളവരൊന്നും ചെയ്തു കഴിഞ്ഞാൽ അത് ക്രമസമാധാന നില നിയന്ത്രിക്കേണ്ട പോലീസുകാരാണ് ഇന്ന് പലപ്പോഴും ക്രമസമാധാന നില ഉണ്ടാക്കുന്നത്. ഈ പോലീസുകാർ കാരണമാണ് പല വിഷയങ്ങളും ഉണ്ടാകുന്നത്. നമ്മൾ കണ്ടതാണ് എറണാകുളത്ത് സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട് എത്ര പോലീസുകാരാണ് അറസ്റ്റ് ചെയ്തത്. ഈ എല്ലാ വിഷയങ്ങളും എടുത്തു നോക്കിയാൽ ആ വിഷയങ്ങളെല്ലാം കേരള പോലീസ് ഉണ്ട്. പക്ഷെ അവരുടെ യഥാർത്ഥത്തിലുള്ള ഡ്യൂട്ടി എന്താണ്? നമ്മുടെ സമൂഹത്തിലുള്ള സമാധാനം നിലനിർത്തുക, അല്ലെങ്കിൽ സമാധാനം ബാക്കിയുള്ളവർക്ക് ക്രമസമാധാനം നിലനിർത്തുക, മറ്റുള്ളവരുടെ സ്വത്തും അവരുടെ അന്തസ്സും ആത്മാഭിമാനവും സംരക്ഷിക്കുകയാണ് പോലീസുകാർ വേണ്ടത്. പക്ഷെ ഇന്ന് പോലീസുകാർ എന്താണ് ചെയ്യുന്നത്? മറ്റുള്ളവരുടെ ആത്മാഭിമാനം തല്ലിക്കെടുത്തുന്നല്ലേ. ഇതുകൂട്ട് പാവങ്ങളായിട്ടുള്ള കുറെ മനുഷ്യരെ തല്ലിച്ചതച്ചുകൊണ്ട് പോലീസുകാർ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെയുള്ള ക്രൂരന്മാരെ പോലീസിൽ വെച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇങ്ങനെയുള്ളവരെ അടിച്ചു പുറത്താക്കണം. എന്താണ് റോഡിൽ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് റോഡിൽ ഇറങ്ങുന്നത് സെൽഫി എടുത്തതാണോ അവർ ചെയ്ത കുറ്റം, അല്ലെങ്കിൽ അവർ ട്രാവലർ നിർത്തിയിട്ട് പുറത്ത് നിന്നതാണോ അവർ? എന്ത് തന്നെയാണെങ്കിലും ഇപ്പൊ ഒരു സംഘർഷം നടക്കുകയാണ്. ആ സംഘർഷന്റെ സ്ഥലത്ത് ചെന്നിട്ട് അവിടെ അന്വേഷിക്കണ്ടേ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന്? അല്ലെങ്കിൽ സംഘർഷം നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചെന്ന് ഇപ്പൊ പോലീസുകാരെ ഇടപെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം വലിയ അടിയും പിടിയും നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് പോലീസുകാർ ചെന്ന് ലാത്തി വീശിയെങ്കിൽ നമുക്ക് പറയാം ഓക്കെ. ഇത് അങ്ങനെയാണോ? ഒരു വണ്ടി നിർത്തിയിട്ട് ഒരു ഫാമിലി മൊത്തവും ഇറങ്ങി സെൽഫി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നേരെ ചെന്ന് ആ ഫാമിലി അടിക്കുവാണ്, ഓടാൻ പറയുകയാണ്. കാരണം ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ഒരാൾക്ക് ഓടാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ആ ഫാമിലിയോട് ചോദിക്കാം നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ഇവിടെ സംഘർഷം നടക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതൊന്നുമില്ല, നേരെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഒരു ലാത്തി എടുക്കുക, രണ്ടെണ്ണം അടിക്കുക, എന്നിട്ട് തറയിൽ കിടക്കുന്നവരെ വീണ്ടും വീണ്ടും മർദ്ദിക്കുകയാണ്. മർദ്ദിച്ചു കഴിഞ്ഞിട്ട് ഒരു ബേസിക് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഒരു അപകടം പറ്റിയ സ്ഥലത്തേക്ക് പോലീസ് വന്നിട്ടുണ്ടെങ്കിൽ അവരെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ള രീതിയാണ്. ഇവിടെ ഒരാളെ അത്രയും ഉപദ്രവിച്ചതിന് ശേഷം അവർ ഓടി രക്ഷപ്പെടുകയാണ്. അവർക്ക് എന്ത് സംഭവിച്ചു? മർദ്ദിച്ചതിന് ശേഷമായിരിക്കും അവർക്ക് മനസ്സിലായത് ഇതായിരിക്കത്തില്ല സംഘർഷമെന്ന്. സംഘർഷ സ്ഥലം ഇതായിരിക്കത്തില്ല എന്നായിരിക്കും അവർക്ക് തോന്നിക്കുന്നത്. അപ്പൊ അവർക്ക് വേറൊന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ, ഓടി രക്ഷപ്പെടുക അല്ലാതെ എന്തുവാണ് മാർഗം? നാട്ടുകാർ ഇടപെടത്തില്ലേ? ഒരു സാധാരണപ്പെട്ട ഫാമിലി വന്ന് വടിയും എടുത്ത് ഓടിച്ചിട്ട് അടിച്ച് അവരുടെ ശരീരവും എല്ലും എല്ലാം പൊട്ടിച്ചിട്ട് നാട്ടുകാർ നോക്കി നിൽക്കുവോ? പിന്നെ അവർക്ക് പോലീസുകാർക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? ഒരു സംഘർഷം നടക്കുന്ന സ്ഥലമാണെങ്കിൽ ഓക്കെ. ഇതൊരു ഫാമിലി അവര് ഒരു റിസപ്ഷനും കഴിഞ്ഞ് വരുന്ന വഴിക്ക് അവരൊന്ന് ഫ്രഷ് ആവാൻ വേണ്ടി ഒന്ന് ഇറങ്ങി നിന്നതാണ്. അതുപോലും ഒരു സംഘർഷം നടക്കുന്ന സ്ഥലം ഏതാണെന്ന് കണ്ടെത്താൻ പോലും കഴിയാത്ത ബോധമില്ലാത്ത പോലീസുകാരായിട്ട് പല പോലീസുകാരും വന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് മേധാവികൾ ഇതുവരെ ഇതിന് ഉത്തരം പോലും പറഞ്ഞിട്ടില്ല. അവർ പറയുന്നത് അവർക്കൊരു അബദ്ധം പറ്റിയതായിരിക്കാം, അല്ലെങ്കിൽ സംഘർഷം ഉണ്ടായെന്ന് അറിഞ്ഞു വന്നു, ആൾക്കാരെ കണ്ടു അടിച്ചു പോയി. ആ ഒരു രീതിയിലേക്കാണ് ഇത് വന്നെത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇന്നത്തെ പോലീസുകാരെല്ലാം ഈ PR വർക്കുമായിട്ട് പോകുന്ന പോലീസുകാരാണ്. പല പോലീസുകാർക്കും സ്വന്തമായിട്ട് ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട് നമ്മുടെ നാട്ടില്. പല പോലീസുകാരും അവരുടെ തന്നെ റീൽ എടുക്കാൻ വേണ്ടിട്ട് റീൽ എടുക്കുക, BGM ഒക്കെ ഇട്ടിടുക. പക്ഷെ ആ ഒരു ഉത്സവപ്പറമ്പിലൊക്കെ ചിരിച്ചോണ്ട് ആളുകളുടെ ഇടയില് കമന്റ് സെക്ഷൻ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ഇവൻ പുണ്യാളനാണ്, ഇവ അടിപൊളിയാണെന്നൊക്കെ പറയുന്ന ഒരുപാട് പേര് കാണും. ഇതല്ല പോലീസിന്റെ ജോലി. അല്ല, മിക്ക റീൽസിന്റെയും കമന്റ് സെക്ഷൻ, ഈ അടുത്തൊരു റീൽ തന്നെ ഫേമസ് ആയപ്പോ അതിന്റെ കമന്റ് സെക്ഷൻ നോക്കിയ സമയത്ത് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ പുള്ളിക്കാരൻ എത്ര മോശമായിട്ടാണ് അവിടുത്തെ ആൾക്കാരോട് പെരുമാറുന്നതെന്ന് വെച്ചാൽ ആൾക്കാർ തന്നെ പറയുന്നുണ്ട്,
ഫോട്ടോഗ്രാഫറുമായിട്ട് കൊണ്ടുവന്നിട്ട് സ്വയം അങ്ങ് ഫോട്ടോ എടുത്തിരിക്കുകയാണ്. എത്ര മോശമായിട്ടാണ് ഞങ്ങളോട് ഇവിടെ പെരുമാറുന്നത്. അതാ പല പോലീസുകാരും വെളിയിൽ അവരുടെ വൃത്തികെട്ട സ്വഭാവമായിരിക്കും, പക്ഷേ സോഷ്യൽ മീഡിയ കൂടെ അവർക്കൊരു PR വർക്ക് അല്ലെങ്കിൽ PR ഏജൻസിയുള്ള പല പോലീസുകാരും ഉണ്ട്. ഇന്ന് എടുത്തു നോക്കി കഴിഞ്ഞാൽ പല പോലീസുകാരുടെ റീലൊക്കെ 1 മില്യണും 2 മില്യണും ഒക്കെയാണ്. അവർ ചിരിച്ചോണ്ടും കളിച്ചോണ്ടും ഈ നന്മമരം കളിക്കുന്ന ഒരുപാട് പോലീസുകാരുണ്ട്. ആ പോലീസുകാരുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം നോക്കിക്കഴിഞ്ഞാൽ ആ ആക്രമണവും ഗുണ്ടായുസവും മറ്റുള്ളവരുടെ മേലിൽ കയറുക ആ ഒരു സ്വഭാവം തന്നെയാണ്. അവരുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ തന്നെ എത്രത്തോളം ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം. കാരണം അത് അവർക്ക് മേലുദ്യോഗസ്ഥനോട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇവരുടെ മേലിരിക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാരാണ്. അവരുടെ മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരുടെ കയ്യിലേക്ക് തന്നെ ആയിരിക്കും വരിക. എന്താന്ന് വെച്ചാൽ ഒന്ന് അന്വേഷിക്കും, ഇവരോടായിരിക്കും ഈ അന്വേഷിക്കാൻ പറയുന്നത്. അപ്പൊ ഈ ഇവർ താഴെയുള്ള ഉദ്യോഗസ്ഥർക്ക് യാതൊരുവിധ നീതിയും പലപ്പോഴും ലഭിക്കാറില്ല. സാധാരണക്കാർക്ക് നീതി ലഭിക്കുന്നില്ല, പിന്നെയല്ലേ പോലീസ് സംവിധാനത്തിലുള്ളവർക്ക്. പക്ഷെ അതുകൊണ്ടായിരിക്കാം ഈ സർവീസിലിരിക്കുന്ന കൂടുതൽ ആൾക്കാർ, പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ ആത്മഹത്യയിലേക്ക് പോകുമ്പോൾ. കാരണം എത്ര കേസുകളിൽ പറയുന്നത് അവർക്കറിയാം അവർക്കൊരു നീതിയും ലഭിക്കത്തില്ലെന്ന് അവർക്കറിയാം. ചിലപ്പോൾ അവർ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് നീതി കിട്ടിയേക്കാം, അല്ലെങ്കിൽ അവരെ പോലുള്ള 1-2 പേർക്ക് നീതി കിട്ടിയേക്കാം എന്നൊരു തോന്നലാണ് അവർ ആത്മഹത്യ ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ന് കേരള പോലീസിലുള്ള പല ഉദ്യോഗസ്ഥരും ആത്മഹത്യ ചെയ്യണമെങ്കിൽ കേരള പോലീസ് അത്രത്തോളം അധംപതിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് എന്നിട്ട് നമ്മുടെ ഭരണകൂടം അതൊന്ന് ശ്രദ്ധിക്കുന്നില്ല? എപ്പോഴും നമ്മുടെ ഭരണകൂടത്തിന്റെ എല്ലാ ദിവസവും ആഭ്യന്തര വകുപ്പിനെ തന്നെയല്ലേ എല്ലാരും വന്ന് ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ആൾക്കാരാണെങ്കിൽ കൂടി ഇവര് റോഡിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണ ജനങ്ങൾ ആ ഒരു വഴിക്ക് അല്ലെങ്കിൽ തല്ലി ചതച്ചോന്നാണ് പറയുന്നത്. ഒരു കരിങ്കൂടി കാണിച്ചു കഴിഞ്ഞാൽ തല്ലി. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിലെ ക്രമസമാധാന നില തെറ്റിയിട്ട് വർഷങ്ങളായി. ഇന്ന് ഡെയിലി വരുന്ന പത്രങ്ങൾ എടുത്ത് വെച്ച് നോക്കിയാൽ മതി, ദിവസവും വരുന്ന വാർത്തകൾ നോക്കിയാൽ മതി. ഓരോ ദിവസവും കൊലപാതകവും കുറ്റകൃത്യങ്ങളും മാത്രമായി നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയിൽ പല കൊലപാതകങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഒരാളെ വെട്ടി നുറുക്കി ബാഗിനകത്താക്കി കൊണ്ടുപോകുന്നു. അതിനപ്പുറത്തേക്ക് പല കൊലപാതകങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. എന്തോരം ആത്മഹത്യകളും കൊലപാതകങ്ങളുമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ചെന്താമരയുടെ കേസിലും കാരണം ഇവർക്ക് വലിയ ഇതൊന്നും ഇല്ല. ചെന്താമരയോട് ചെന്ന് ചോദിക്കുന്നതാണ്, ചെന്താമരയ്ക്ക് ഇന്ന് ഇഡലിയും അല്ലെങ്കിൽ പൊറോട്ടയും ബീഫ് ഫ്രൈയും വേണമെന്നൊക്കെയാണ് പോലീസുകാർക്ക് അതിനൊക്കെയാണ് സമയം. കുറ്റവാളിക്ക് ബീഫ് ഫ്രൈയും, അതായത് വലിയ കുറ്റം ചെയ്യുന്നവന് ബീഫ് ഫ്രൈയും പൊറോട്ടയും വാങ്ങിച്ചു കൊടുക്കുക. കൊച്ചു കുറ്റം ചെയ്യുന്നവനാണെങ്കിൽ അവന്റെ തല തല്ലി പൊടിച്ച് അവനെ ജയിലിലിട്ട് 10 കേസും കൂടെ അവന് ചാർത്തി കൊടുക്കുകയാണ് ഇന്നത്തെ കേരള പോലീസ് ചെയ്യുന്നതാണ്. അത് മാത്രമല്ല, ഇപ്പൊ ഒരു പ്രമുഖൻ തെറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവർ ഇതേപോലെ പോയി അടിച്ച് കൊണ്ടുവരുവോ, അല്ലെങ്കിൽ ഒരു ഓർഡർ ഇല്ലാണ്ട്, അറസ്റ്റ് ഓർഡർ ഇല്ലാണ്ട് ഒരു പ്രമുഖനെ പോയി ഇവർ അറസ്റ്റ് ചെയ്യുവോ? ഒരിക്കലും ഇല്ല. സാധാരണക്കാരുടെ അങ്ങനെയല്ല. തൊപ്പി പോകത്തില്ലേ? ഇന്ന് തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് സസ്പെൻഷൻ എങ്ങനെയാണ് കിട്ടിയത്? നാട്ടുകാർ ഇടപെട്ടു. ഒരു സാധാരണപ്പെട്ട ഒരു കുടുംബത്തെ വന്ന് പട്ടിയെ പോലെ തല്ലിയിട്ട് പോയി കഴിഞ്ഞാൽ നാട്ടുകാർ ഇടപെടാതിരിക്കുവോ? പൊതുസമൂഹം ഇടപെടാതിരിക്കുവോ? സസ്പെൻഷൻ ആണോ അവർക്ക് കിട്ടേണ്ടത്? കാരണം വധശ്രമമല്ലേ അവർ ചെയ്തത്. കൃത്യമായിട്ട് ഒരാളെ അടിച്ച് തോളലിലൊക്കെ പൊട്ടിക്കാന്ന് പറയുന്നത് കൃത്യമായി അവർക്ക് തലയിലൊക്കെ പരിക്ക് പറ്റിയവരുണ്ട്. തലയ്ക്ക് അടിച്ചപ്പോൾ ഒരാൾ മരിച്ചു പോയിരുന്നെങ്കിലോ? എന്തായാലും ഇനി അയാളുടെ കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. നിയമം അനുസരിച്ച് ഇവർക്ക് വധശ്രമത്തിനെതിരെ കേസ് എടുത്ത് ജോലിയും പോയി ജയിലിൽ കിടക്കേണ്ട ഒരു കുറ്റമാണ് ചെയ്തത്. പക്ഷെ പോലീസ് ആയതുകൊണ്ട് മാത്രം അതിന് ഇളവ് കൊടുക്കുന്നത് നല്ലതല്ല.